നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണിത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം പച്ചമുളക് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ പച്ചമുളക് കൃഷിയൊക്കെ ആദ്യഘട്ടങ്ങളിൽ ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കും. എന്നാലും 1-2 പ്രാവശ്യം വിളവെടുത്തതിന് ശേഷം ചെടിയിൽ നിന്ന് കാര്യമായ രീതിയിൽ വിളവ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യണമെന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമ്മുടെ സാൻഡ്രം വ്ലോഗ് എന്ന ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേ കണ്ടോ, നമ്മളുടെ പച്ചമുളകൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് കണ്ടോ. നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം നമ്മളുടെ ഇവിടെ എന്നും പച്ചമുളകുണ്ട്. ഓരോ വെറൈറ്റികളാണെങ്കിലും അത് പ്രൂണിങ് ചെയ്യുന്നതാണെങ്കിലും വളമിടിയിലാണെങ്കിലും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കുറച്ച് കാലം വിളവെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് വിളവ് കിട്ടുന്നില്ല, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യമേ ബേസിക്കായിട്ട് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കണം പച്ചമുളക് നടേണ്ടത്. അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായാലും പച്ചമുളക് നന്നായിട്ട് കായ്ക്കും. അതുപോലെ നല്ല രീതിയിൽ വെള്ളവും കിട്ടണം. ഈ 3 കാര്യമുണ്ടെങ്കിലും അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങളുണ്ടെങ്കിലും നമുക്ക് പച്ചമുളകിനെ നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. പച്ചമുളകിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന കീടമാണ് വെള്ളീച്ചയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കുക. വളരെ കുഞ്ഞു തൈയായിരിക്കുമ്പോൾ മുതലേ നമ്മൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലും കീടനാശിനി, അതായത് ഇത് നിംബിസിഡിൻ പോലെയുള്ള ഏതെങ്കിലും, അല്ലെങ്കിൽ വേപ്പെണ്ണയും സോപ്പ് വെള്ളം കൂടെ മിക്സ് ആയിട്ടുള്ളതാണെങ്കിലും മതി. നമ്മൾ വളരെ ചെറിയ തൈയിൽ തൊട്ടേ ആഴ്ചയിൽ 1 പ്രാവശ്യം, പിന്നെ അടുത്ത കുറച്ചും കൂടെ വലുതാകുമ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. വെള്ളീച്ച വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പൂർണ്ണമായിട്ടും മാറ്റാമെന്നുള്ള കാര്യം നടപ്പാകുന്ന കാര്യമേ അല്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ തേണ്ട കണ്ടോ, ഇതിലെല്ലാം നിറയെ പച്ചമുളകുണ്ട്. ഇതിൽ വിളഞ്ഞത് നോക്കി ഞാൻ മാറ്റുവാണ്. നമ്മൾ ഓരോ പ്രാവശ്യം വിളവെടുത്തതിന് ശേഷവും ഓരോ ചെടിക്കും ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചായിരിക്കും നമുക്ക് അടുത്ത പ്രാവശ്യം വിളവ് കിട്ടുന്നതും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എന്തൊരു വലിപ്പം ഒരു പച്ചമുളകിന്. അപ്പം നമ്മളുടെ വീട്ടിലെ നമ്മളുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ടിങ്ങനെ പച്ചമുളകാണെങ്കിലും മറ്റെന്ത് കൃഷിയിലാണെങ്കിലും നമുക്ക് വിളവെടുക്കാനുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും 1, 2, 3 പച്ചമുളകിൻ്റെ കാര്യത്തിൽ നമ്മളൊരു 10 മൂട് വരെ പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ യാതൊരു നഷ്ടവുമില്ല. കാരണം നമുക്ക് ഒരു വീട്ടിലത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് അത്യാവശ്യമാണ് ഒരു ദിവസം ഒരു 10 പച്ചമുളകെങ്കിലും നമുക്ക് കറിക്ക് വേണം. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുവാണെങ്കിൽ അത്രയും സന്തോഷം. കണ്ടോ, ഇത്ര ഒരു കൊല്ലയിൽ തന്നെ പറിച്ചപ്പോഴത്തേന് കണ്ടോ കഴിഞ്ഞിട്ടില്ല കേട്ടോ, വിളവെടുത്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളുടെ വീട്ടിലുള്ള ചാരം ഉണ്ടല്ലോ, അടുപ്പിലെ ചാരം ചെറിയ രീതിയിലെടുത്ത് ചെറിയ തോതിലെടുത്ത് നമുക്കൊന്ന് ചെടിയുടെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും ഇല്ല, നിംബിസൈഡ് പോലെയുള്ള ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പരീക്ഷിക്കാം. അതുപോലെ കുമ്മായം കയ്യിലിരിപ്പുണ്ടെങ്കിൽ കുമ്മായം നമുക്കതുപോലെ ഒന്ന് ചിതറി കൊടുക്കാവുന്നതാണ്. അത് നല്ല രീതിയിൽ റിസൾട്ട് എന്നല്ല, ഒരു പരിധി വരെ. നമുക്ക് ഈ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം കളയുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കിങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ ആഴ്ചയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോവാനായിട്ട് സാധിക്കും. ചില ആളുകൾക്കുണ്ട് ആദ്യമൊക്കെ നല്ല വലുപ്പമുള്ള മുളകുകളൊക്കെ ആയിരിക്കും കിട്ടുക. എന്നാൽ ഓരോ പ്രാവശ്യത്തെ വിളവെടുക്കും തോറും അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. അതിന് കാരണം അതിന് അത്യാവശ്യത്തിന് വേണ്ടുന്ന പ്രോട്ടീനോ അല്ലെങ്കിൽ അതിൻ്റെ വളങ്ങളോ ഒന്നും കിട്ടുന്നില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ചെടിയുടെ മുരടിപ്പ് കായ്കളെ കൂടെ ബാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, പച്ചമുളക് കറക്റ്റ് സമയത്ത് വിളവെടുത്തില്ലെങ്കിലും ചെടി മുരടിച്ച് പോകാൻ കാരണമാകുന്നുണ്ട്. ഇത് ഞാനൊരു വിത്തിന് വേണ്ടി നിർത്തിയതാണ്, നല്ലതായിട്ട് പഴുത്തത്. ഇത് പാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഒന്നില്ലാതെ കുറേ വിളവെടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് ഒരു ദിവസം ഒന്നിച്ച് ഉപയോഗിക്കത്തില്ലല്ലോ. അതിന് നമ്മൾ ഇതിൻ്റെ ഞെടുപ്പെടുത്തതിന് ശേഷം ഇപ്പോൾ കിട്ടത്തില്ല, തുണി പോലെയുള്ള ഒരു കവർ കിട്ടത്തില്ലേ കടയിൽ നിന്നൊക്കെ, ആ കവറിനകത്താക്കി ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് വെച്ചിരിക്കാനായിട്ട് പറ്റും. ആവശ്യാനുസരണം കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ. ഈ ചെടിയിലാണ് നമ്മളത് ചെയ്യുന്നത്. പൊതയിട്ട് കൊടുക്കണം എപ്പോഴായാലും. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് പൊതയിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ഈർപ്പം നിലനിൽക്കുന്നത് കണ്ടോ. ഞാൻ ഈ കരിയില മാറ്റി. ഇപ്പോൾ തന്നെ ഒരു വൈകുന്നേരം സമയമായിരുന്നു, ഉച്ചയ്ക്കൊക്കെ ഇവിടെ നല്ല രീതിയിൽ വെയിലടിക്കുന്നതാണ്. എന്നിട്ടും കണ്ടോ നല്ല ഈർപ്പത്തോടെ നിൽക്കുന്ന കണ്ടോ മണ്ണ്. അതിൻ്റെ കാരണം നമ്മൾ ഈ പുത നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല ഈർപ്പത്തോടു കൂടെ നിൽക്കും. നമ്മൾ ചുവട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഒരു തടം പോലെ എടുക്കുന്നു, മണ്ണ് മാറ്റി.
അപ്പം ഞാൻ ഈ വളം ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ചെടികൾക്ക് എപ്പോഴും വളം വലിച്ചെടുക്കുന്നത് പുളിപ്പില്ലാത്ത മണ്ണിലായിരിക്കണം. അപ്പോൾ നമുക്ക് മണ്ണിന് പുളിപ്പില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കക്ക പൊടിയോ ഡോളോമേറ്റോ കുമ്മായോ നമുക്ക് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ പുളിപ്പ് മാറിക്കിട്ടും. ഏകദേശം ഒരു 1.5 ആഴ്ച മുമ്പ് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ പച്ചക്കക്ക പൊടി ഇട്ട് കൊടുത്തതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിളവെടുത്തതിന് ശേഷം ഇതുപോലെ മണ്ണ് മാറ്റി കൊടുക്കുക. അതിനുശേഷം കുമ്മായി ഇടുവാണെങ്കിൽ അതിനൊരു 7 ദിവസം കഴിഞ്ഞിട്ട് എന്ത് വളമായാലും കൊടുക്കാവുള്ളൂ. ഡോളോമൈറ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ വളം കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വളം ഇത് കണ്ടോ, നമ്മുടെ സവോള തൊലിയും വെളുത്തുള്ളി തൊലിയും അതുപോലെ മുട്ടത്തോട് പൊടിച്ചതും കൂടെ ഒന്നിച്ച് മിക്സാക്കി വെച്ചിരിക്കുകയാണ് പച്ചമുളകിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പച്ചമുളകിന് സൂപ്പറായിട്ടുള്ളൊരു വളമാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണിത് കേട്ടോ. എന്നിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണ് കുറച്ച് വേരിനോട് ചേർത്ത് കൂട്ടിയിട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ കുറച്ച് വേര് തെളിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഓരോ പ്രാവശ്യവും വിളവെടുത്തതിന് ശേഷം എന്തെങ്കിലും വളം കൊടുക്കാം. ഇതുപോലെ ഈ വളം കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും എന്നും പറഞ്ഞ് ഈ വളം മാത്രം കൊടുത്തത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ വിളവ് കിട്ടുന്നിടം വരെ നമുക്ക് വിളവെടുക്കാം എന്നുള്ളതല്ല. ഇതിട്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ജൈവവളം ഏതായാലും കൊടുക്കാം. നമ്മൾ വളങ്ങൾ മാറി മാറി കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നത്. ഒരാഴ്ച കഴിയുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് സൂപ്പർ മീൽ ഇട്ട് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ അത് ഒരാഴ്ചയ്ക്ക് ശേഷം കൊടുക്കാം, ഏതെങ്കിലും ഒന്നേ. പിന്നെ അതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ വേറെ വളങ്ങൾ കൊടുക്കാം. നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് കൊടുക്കാം, ജൈവ സ്ലറികൾ, ഇങ്ങനെ ഏതെങ്കിലും മാറി മാറി ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓരോ വ്ളോഗേഴ്സുകൾ ഇന്ന വളം കൊടുത്താൽ ഇന്ന പച്ചക്കറി നന്നായിട്ട് തഴച്ച് വളരും, നിറച്ച് കുല കുത്തി കായ്ക്കും എന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാറുണ്ട്. ആ പറയുന്നത് അന്നേരം ആ കൊടുക്കുന്ന വളം കൂടാതെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ പിന്നെയും വളം കൊടുക്കണം, നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒരു പ്രാവശ്യം കൊണ്ട് വളം ഇട്ട് കൊടുത്തിട്ട് നമ്മളങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെ കായ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് നോക്കി നിൽക്കല്ല. ആഴ്ചയിൽ നമ്മൾ ഈ പറഞ്ഞ വളം തന്നെയാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. കണ്ടോ, എന്തോ ഒരു സന്തോഷമാണ് പച്ചമുളക് ചെടിയിൽ നിന്ന് നമുക്ക് ഇത്രയും ഒരു വിളവ് കിട്ടിയപ്പോഴത്തേനല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പച്ചമുളക് കൃഷി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.